സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ലൈക്കും അല്ലെങ്കിൽ ഡിസ്ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളതിൻ്റെ കമൻറ്റ് വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാരണങ്ങൾ നിങ്ങളൊന്നും അതിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ, നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ഗപ്പീസിൻ്റെ വീഡിയോസാണ്. ഈ ഗപ്പീസിൻ്റെ വീഡിയോസ് ആകുമ്പോൾ ഇതിൽ എൻ്റെ അടുത്ത് ഒരുപാട് വെറൈറ്റി ഗപ്പീസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, മീൻകുളം ഫാമുകളുണ്ട്. എൻ്റെ അടുത്തുള്ള ഫാം മീൻകുളം ഫാമാണ് ഫാമിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ സെല്ലിങ് തുടങ്ങിയിട്ടില്ല, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ബ്രീഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അഡ്രസ്സും കോൺടാക്ട് നമ്പറൊന്നും വെക്കാത്തത്. ഓക്കെ, അപ്പോൾ നമ്മളത് നല്ലപോലെ ബ്രീഡ് ചെയ്തിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്നും നമ്മൾ എന്താ പറയുക, നല്ലപോലെ തന്നെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഗീവ് അവേ ആയിട്ടും ഒക്കെ കൊടുക്കും. നമ്മളത് ബീറ്റ ഫിഷ് ഉണ്ട് ഒരുപാട്, അതേപോലെ തന്നെ ഗോൾഡ് ഫിഷ്, കോഴിക്കാർപ്പ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ എല്ലാം ഇപ്പോൾ ബ്രീഡിങ്ങിൻ്റെ ഒരു ടൈമാണ്. എന്തായാലും ഒരു 6 മന്തിന് ശേഷം എന്തുണ്ടാവുള്ളൂ, ഇത് നമ്മൾ പുറത്തേക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് ഫിഷിനെ എങ്ങനെ വളർത്താം, എന്താണ് അതിൽ വരുന്ന നെഗറ്റീവ്സ്. എനിക്കൊരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ടൈം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. കുറേ മീൻ ചത്തു പോകുന്നു, കുറേ മീനുകൾ എന്ത് ചെയ്യുന്നു, ചാടി പോയിട്ട് നിലത്ത് പോകുന്നു, ചത്തു പോകുന്നു. ഇനി കൊക്ക് അങ്ങനത്തെ പക്ഷികളൊക്കെ വന്ന് കുറേ എണ്ണം കഴിച്ചു പോയി. ഒരുപാട് കാശ് നമുക്ക് നഷ്ടം ഉണ്ടാവും, മനസ്സിലായില്ലേ? പിന്നെ എന്നൊക്കെ റിക്കവർ ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് അടുത്ത ഓപ്ഷൻ എടുത്ത് അങ്ങനെ മാറ്റങ്ങൾ വരുത്താനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലോസ് ഉണ്ടാവും. ലോസ് ഇല്ലാതെ ഒരിക്കലും എന്തില്ല, സക്സസ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്തെയാണെന്ന് വെച്ചാൽ ഇത് വരുന്ന നഷ്ടത്തിനെ കുറിച്ച് ബോധറാവണം. അല്ലാതെ നഷ്ടത്തിനെ കുറിച്ച് വിചാരിക്കുക, ലാഭത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിൽ കൊടുക്കുന്ന ഓരോ വീഡിയോസും നമ്മുടെ അടുത്തുള്ള വെറൈറ്റി ഗപ്പീസുകളുടെ വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ കൂടെ കൂടുക. ഓക്കെ, സപ്പോർട്ട് വേണം, നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ വളർത്തുന്നത് സിമെൻറ്റ് ടാങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഫൈബറിൻ്റെ ബൗളിലാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും പല പേരാണ് അതിനെ പറയുക. നമ്മൾ ചില ആൾക്കാർ പറയും വാഷ് ടബ് എന്ന് പറയും ഫൈബറിൻ്റെ. പിന്നെ നോർമൽ ടാങ്ക്, ഒരു 2 അടി ഹൈറ്റുള്ള ടാങ്കിലാണ് ഞാനത് വളർത്തുന്നത്. എൻ്റെ ടാങ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 അടി ഹൈറ്റ്, 4 അടി വീതി, 4 അടി നീളം. ഇതാണ് ടാങ്കിൻ്റെ സൈസ്. ഓക്കെ, അതിലൊരു 1 അടി 1.5 അടിയോളം വെള്ളം ഉണ്ടാവും. ഇത്രയാണ് ഞാൻ എൻ്റെ ടാങ്ക് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ലൈഫ് ഫുഡ് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കും. അതേപോലെ തന്നെ നമ്മളെ മീനുകൾക്ക് നല്ല വെള്ളം അവൈലബിൾ ആക്കും. അതേപോലെ തന്നെ വെയിലും തണലും ഒരേപോലെ തന്നെ, ഡയറക്റ്റ് ഒരിക്കലും എന്തില്ല, മഴവെള്ളം ടാങ്കിലേക്ക് വീഴാത്ത രീതിയിലാണ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾക്കും വലിയൊരു ഫാം ഉണ്ടാക്കാൻ പറ്റും. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ വെച്ചെങ്കിൽ, എൻ്റെ ഫാം എനിക്ക് ആദ്യം മെൻ്റലി ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു ജോലിയിൽ. ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ ആ സ്ട്രെസ്സൊക്കെ മാറ്റി വയ്ക്കുന്നത് ഇതിലൂടെയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാവരും കൂടെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കോ ഡിസ്ലൈക്കോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ കമൻറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഓരോ കമൻറ്റും അത്രയും വാല്യുബിളാണ്. ഓക്കെ, താങ്ക് യു.